ശബരിമലയുടെ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം പുതിയ മാനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. ആ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അന്വേഷണ സമിതിയുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കോൺഗ്രസിനെയും UDF-നെയും പ്രതിരോധത്തിലാക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പൊ കോൺഗ്രസിനെയും UDF-നെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഒരു നോട്ടീസ് പോലും ചർച്ചയ്ക്ക് വേണ്ടി നൽകാനുള്ള ഒരു ധൈര്യം UDF-നില്ല. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഒരു രൂപത്തിലും നമ്മുടെ ചോദ്യോത്തരം ഇന്ന് ഉണ്ടായിരുന്നില്ല. കാരണം പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളായിരുന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി തിങ്കളാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. ബഹുമാനപ്പെട്ട CM തിങ്കളാഴ്ച, ബഹുമാനപ്പെട്ട CM ചൊവ്വാഴ്ച ഒന്ന് ബാറ്റ് ക്ലാരിഫൈ ചെയ്യണം. ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. അടിയന്തര നന്ദി പ്രമേയത്തിനുമുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ്. ഓർഡർ സഭ 2026 ഇന്ന് സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27-ാം തീയതി വീണ്ടും ചേരുന്നതുമാണ്. സഭയിൽ അസാധാരണമായ സംഭവവികാസങ്ങളാണ് അരങ്ങേറുന്നത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷം. സഭ വിടുന്നതിന് മുമ്പ് തന്നെ ഭരണപക്ഷ MLA-മാർ സഭയ്ക്ക് വെളിയിലിറങ്ങി മാധ്യമങ്ങളെ കാണുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷത്തിന് സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ തന്നെ മടിയാണ്, ഭയമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ജനാധിപത്യ മുന്നണി നേതാക്കൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷം വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇന്നെന്തിനാണ് അവർ സഭ സ്തംഭിപ്പിച്ചത്? യഥാർത്ഥത്തിൽ 10-17 അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച് അതിന് അനുമതി കൊടുത്ത്, ചർച്ചയ്ക്ക് അനുമതി കൊടുത്തിട്ടുള്ള ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഞങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാറില്ല. ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് ചർച്ചയിലൂടെ ജനങ്ങളെ അതിനെന്താണ് പരിഹാരം എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന തികച്ചും ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റാണിത്. കാരണം ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. അതുകൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ട ഓരോ അടിയന്തര പ്രമേയവും കൂലങ്കഷമായ ചർച്ചയ്ക്ക് വിധേയമാക്കി എന്താണ് വസ്തുത എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടത്. ഇന്ന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരായിരുന്നല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കേരള നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാമായിരുന്നല്ലോ. അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഗവൺമെന്റ് അനുവദിക്കും ചർച്ചയ്ക്കെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ പിൻവാങ്ങി. അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു. ശബരിമലയിലെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. പാരടികൾ പലതും ഇറങ്ങുന്നുണ്ട്. പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് ചോദിക്കുകയാണ്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് LDF ആണോ? അല്ലല്ലോ. സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ ആളും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന പടം വന്നിട്ടും ചിത്രം വന്നിട്ടും നമ്പർ 10 ജൻപദിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്രയോ മാസങ്ങളോ വർഷമോ കാത്തു നിൽക്കേണ്ടുന്ന ഒരിടത്ത് പോറ്റിയും സ്വർണം വാങ്ങിയ ആളും ഒരുമിച്ച് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടി എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് UDF-ന് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് ശബരിമലയുടെ കാര്യത്തിലായാലും വേണ്ടില്ല, മറ്റേത് വിഷയത്തിലായാലും ഒന്നും ഒളിച്ചു വെക്കാനില്ല. നിയമസഭയിൽ ചർച്ചയ്ക്ക് വരട്ടെ. അവിടെ ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത്. ഞങ്ങളെല്ലാവരും അതിനു വേണ്ടി നിൽക്കുകയാണ്. ആരാണ് ഏത് ഒരു ഈശ്വര സങ്കല്പ സ്ഥാനത്തും ഏത് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ സമ്പത്ത്, സ്വത്ത്, പണം, സ്വർണം അതൊന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ളതല്ല. അത് സംരക്ഷിക്കുന്നതിനാണ് ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അംഗീകരിക്കുകയും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണ് കരുതിയത്. പക്ഷെ ഓർമ്മിക്കുക, പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഈ ശബരിമല പ്രശ്നം വെച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല. അത് ചർച്ചക്ക് വന്നാൽ UDF-ന് പരാജയമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് UDF അത് ചർച്ചക്കെടുക്കാത്തത്. 10 വർഷക്കാലം ഞങ്ങൾ നടത്തിയ
വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വേലിയേറ്റത്തിൽ പ്രതിപക്ഷത്തിന് നിലതെറ്റുകയാണ്. ജനങ്ങളുടെ മുമ്പ് അവർക്ക് പറയാനൊന്നുമില്ല. നോക്കൂ, ഇന്നത്തെ അസംബ്ലിയിൽ എന്തൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഇന്നലെ ഗവർണറുടെ പ്രസംഗത്തിൽ 2 ഖണ്ഡിക ഒഴിവാക്കി. എന്തിനാണ് ഒഴിവാക്കിയത്? ഒന്ന് കൂട്ടിച്ചേർത്തു. 2 ഖണ്ഡിക ഒഴിവാക്കി, ഒന്ന് കൂട്ടിച്ചേർത്തു. എന്താ ഒഴിവാക്കിയ ഭാഗം? കേന്ദ്ര ഗവൺമെന്റ് ഫെഡറൽ ജനാധിപത്യത്തെ ലംഘിച്ചുകൊണ്ട് നമുക്ക് തരാനുള്ള ടാക്സ് ഷെയർ തരുന്നില്ല. നമുക്കിവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും പണം ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ ടാക്സ് ഷെയർ ആണ്, നമ്മുടെ പദ്ധതി വിഹിതമാണ്, അത് തരുന്നില്ല എന്ന് ഒരു നയപ്രഖ്യാപനത്തിൽ പറയേണ്ടതില്ലേ? ഞങ്ങൾ എവിടെയാണത് പറയുക? കേരള ഗവൺമെന്റിന്റെ നയം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ഞങ്ങൾ പറയുക. അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ തിരസ്കരിച്ചു. ഗവർണർ അതൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥാനമാണ്, നിഷ്പക്ഷമായിരിക്കണം. ഗവർണറുടെ സ്നേഹം, ഗവർണറുടെ പ്രീതി ഗവൺമെന്റിനോടായിരിക്കണം, മന്ത്രിസഭയോടായിരിക്കണം. ആ മന്ത്രിസഭ തയ്യാറാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയ നയപ്രഖ്യാപന പ്രസംഗം അപ്പടി ഗവർണർ വായിക്കാൻ വിധിക്കപ്പെട്ടയാളാണ്, അല്ലെങ്കിൽ അത് വായിക്കണം, അത് നിർബന്ധമാണ്, മസ്റ്റാണ്. വായിച്ചില്ല. ആ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചോ? അതുപോലെ തന്നെ ബില്ലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നു. അത് വസ്തുതയല്ലേ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളല്ലേ കേരള നിയമസഭ പാസ്സാക്കുന്നത്? ആ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു. അത് ഗവർണർ വായിച്ചില്ല. അതിൽ പ്രതിഷേധമുണ്ടോ പ്രതിപക്ഷത്തിന്? ബില്ല് കെട്ടിക്കിടന്നാലെന്ത്? ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയാലെന്ത്? അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലേറണം. ഈ നാട്ടിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. വളരെ സാഹസപ്പെട്ടായാലും തനത് വരുമാനം വർദ്ധിപ്പിച്ചും ക്ഷേമ പ്രവർത്തനങ്ങൾ നിലനിർത്തിയും അന്തസ്സോടെ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഭരിക്കുകയാണ്. ഇനിയും ഒരുപാട് വികസനം ഇവിടെ കൊണ്ടുവരുമെന്നാണ് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ നയപ്രഖ്യാപനത്തിന്റെ നന്ദി പ്രമേയം ഇന്ന് ബഹളങ്ങൾക്കിടയിലല്ലേ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ടി.പി. രാമകൃഷ്ണൻ MLA അത് അവതരിപ്പിക്കുമ്പോൾ എന്താണ് അതിനകത്ത് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പ്രതിപക്ഷ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അവർക്ക് പറയാനുള്ളത് സഭയിലിരുന്ന് ശക്തമായ വിമർശനങ്ങളായി ഉന്നയിക്കാനോ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മയാണ് ഇന്നത്തെ ബഹളങ്ങൾക്ക് കാരണം. ഇവിടെ LDFന്റെ നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ ഇത് ശരിയായിട്ടില്ല, ജനാധിപത്യപരമല്ല. അവിടെ ഇരുന്ന് പറയാനുള്ളത് ജനങ്ങളെ കേൾപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് അശേഷം ഭയമില്ല കാര്യത്തിൽ, ഞങ്ങൾക്ക് മടിയുമില്ല. ഏത് ചോദ്യം വന്നാലും അതിന് ഞങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരുമാണ്. അത് ഞങ്ങൾ പറയുകയും ചെയ്യും. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ഇടപെടുകയും ചെയ്യും. CPM നേതാക്കളും തമ്മിലുള്ള